ഇന്ന് പുലർച്ചെ ആ കാത്തിരുന്ന വാർത്ത എത്തിയിരിക്കുന്നു. ഇ.ഡി ആക്രമിച്ച കേസിലെ പ്രതിയും സന്ദേശ് കാലിയിൽ കാലങ്ങളോളം സ്ത്രീകളെ പീഡിപ്പിച്ച കേസിലെ പ്രതിയും പാവപ്പെട്ട ഗോത്രവർഗ്ഗക്കാരുടെ ഭൂമി തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി മമതയുടെ വലങ്കൈ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നോർത്ത് 24 ഫർഗാനയിലെ മിനാഖാൻ ഏരിയയിൽ നിന്നാണ് ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിരുന്നു 7 ദിവസം അനുവദിക്കുക, അതിനുള്ളിൽ അറസ്റ്റ് ചെയ്യണം. അങ്ങനെ ഈ കേസുകളെല്ലാം വന്ന് 56ാമത്തെ ദിവസം ഷാജഹാൻ ഷെയ്ഖിനെ മമത അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ അറസ്റ്റിൽ BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ തൃപ്തരല്ല. കാരണം ഇത് മമത ഷാജഹാൻ ഷെയ്ഖിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറസ്റ്റ് നാടകമെന്നാണ് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു പടി കൂടി കടന്ന് കേന്ദ്രം ഒരു നീക്കം നടത്തിയിരിക്കുന്നു. ED ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ജനുവരി 5-ന് ED ഉദ്യോഗസ്ഥന്മാർ ഷാജഹാൻ ഷെയ്ഖിന് റേഷൻ കുംഭകോണത്തിൽ വീട് റെയ്ഡ് ചെയ്യാനെത്തിയപ്പോൾ ജനക്കൂട്ടത്തെ കൂട്ടിക്കൊണ്ട് ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചൊരു കേസുണ്ടായിരുന്നു. അതിൽ അവർ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് മമത പൊക്കി അകത്തിട്ടാലും അവിടുന്ന് പൊക്കാൻ ഉറച്ചു തന്നെയാണ് കേന്ദ്രം നീങ്ങുന്നത്. ഇന്ന് ഷാജഹാൻ ഷെയ്ഖിനെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ED അവരുടെ തുടർ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അതൊരു വലിയ സംഭവം തന്നെ. രാജ്യം ആകെ ഇളകി മറിഞ്ഞൊരു സംഭവമാണ്. ഒരു പ്രദേശത്ത് സന്ദേശ് കാലിയിലെ സ്ത്രീകളെ കാലങ്ങളോളം പീഡിപ്പിക്കുക, അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, മൃഗതുല്യമായ ജീവിതത്തിലേക്ക് അവരെ നയിക്കുക തുടങ്ങിയവയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവും ഗുണ്ടകളും. ഇവർക്കെല്ലാം മമത വേണ്ട സഹായം ചെയ്തു കൊടുത്തു. പക്ഷേ രാജ്യത്തൊന്നാകെ പ്രതിഷേധം അലയിടിച്ചപ്പോൾ കോടതി കൂടി വാളെടുത്തപ്പോൾ മമതയ്ക്ക് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. അറസ്റ്റ് ചെയ്തിട്ട് ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കാനാണെന്ന് BJP ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ജനുവരിയിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്ത കാര്യവും അറസ്റ്റ് വാറണ്ടുള്ള കാര്യവും ED അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കോടതിയിലെ ഇന്നത്തെ തുടർ നടപടികൾക്ക് ശേഷമായിരിക്കും ED എന്താണ് അടുത്ത നീക്കമെന്ന് പറയുകയുള്ളൂ. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.